നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരു മനുഷ്യനെ കാണാതായിട്ട് ഏതാണ്ട് 30 മണിക്കൂറുകൾ പിന്നിടുകയാണ്. എന്താണ് ജോയ്ക്ക് പറ്റിയത്? കേരളം ആകാംക്ഷയോടെ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ, അദ്ദേഹം തിരിച്ചു വരും എന്ന വാക്കുകൾ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. ഈ അപകടത്തിൻ്റെ കാരണക്കാർ ആരാണ്? ന്യൂസ് 18 പൊതുവേദി അതാണ് ഇന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഈ ദുരന്തത്തിൻ്റെ കാരണക്കാരുടെ ചെവികളിലേക്ക് പതിക്കട്ടെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം MG മിഥുൻ ചേരുന്നു. MG മിഥുൻ, ജോയ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. എന്ത് നല്ല സൂചനകൾ അവിടുന്ന് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ ഈ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? മനു, ജോയിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനകത്തെ അവസാനത്തെ മാൻഹോൾ, അതായത് ഈ റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ ആകെ 2 മാൻഹോളുകളാണുള്ളത്. അതിൽ രണ്ടാമത്തെ മാൻഹോൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന ആരംഭിക്കാൻ പോവുകയാണ്. സ്കൂബ ഡൈവിംഗ് ടീം അവിടെ ഇറങ്ങി പരിശോധന നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. കാരണം ആ 5ാമത്തെ മാൻഹോൾ കഴിയുമ്പോൾ അവിടെ ഈ തുരങ്കപാതയുടെ വീതി, ഈ തുരങ്കത്തിന്റെ വീതി കുറച്ചുകൂടി വ്യാപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ അവിടെ ഈ ജോയി കുടുങ്ങിക്കിടക്കും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അവിടേക്ക് പോയിരിക്കുന്നത്. അതായത് ഈ അപകടം നടന്ന ഈ സ്ഥലം മുതൽ മറുവശം വരെ ഏകദേശം 118 മീറ്ററോളം ദൂരമുണ്ട്. ഈ 118 മീറ്ററിൽ 70 മീറ്ററോളം ദൂരം പരിശോധിക്കാൻ ഇതുവരെയും ഈ സംഘത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 70 മീറ്ററുകളിൽ ഇതുവരെയും ജോയിയെ കണ്ടെത്താനായിട്ടില്ല. രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലൊരു അതായത് ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മോണിറ്റർ ചെയ്തപ്പോൾ ഒരു ദൃശ്യം വന്നിരുന്നു. പക്ഷേ അത് ജോയിയുടേതാണ് എന്ന് എവരും പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും തന്നെ അതും പിന്നീട് സ്ഥിരീകരിക്കാതെ പോവുകയായിരുന്നു. അത് ജോയി അല്ല എന്ന് പിന്നീട് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഈ മോണിറ്ററിംഗ് സംവിധാനം തുടരുന്നുണ്ട്. കൂടാതെ ജെൻ റോബോട്ടിക്സിനെ ഇറക്കിയുള്ള ആ ഒരു ശ്രമം കൂടി അത് മറുവശത്ത്, അതായത് ഈ മാൻഹോൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ മോണിറ്ററിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലയിലേക്ക് കുറച്ചുകൂടി വ്യാപ്തി ഉള്ളതുകൊണ്ട് തന്നെ അവരെ കൂടെ കടത്തിവിട്ടുകൊണ്ട് തന്നെ ആ ക്യാമറയിലൂടെ ഈ ദൃശ്യങ്ങൾ വല്ലതും പകർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ജോയിയുടേതെന്ന് സംശയിക്കുന്ന ശരീരഭാഗങ്ങൾ കണ്ടു ക്യാമറയിൽ എന്നൊക്കെയുള്ള തരം സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ. അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കണ്ടത്. ഒരു പക്ഷേ നമുക്ക് ജോയിയെ രക്ഷിക്കാനാകുമെന്നൊക്കെ. പക്ഷേ ആ ദൃശ്യങ്ങളിൽ നിന്ന് പിന്നെ എന്ത് സംഭവിച്ചു? എന്താണ് അത് സ്ഥിരീകരിക്കാനായി പോയ സ്കൂബ സംഘത്തിന് പിന്നെ എന്താണ് കണ്ടെത്താൻ കഴിഞ്ഞത്? അതായത് ആ ഒരു ദൃശ്യങ്ങളിലൂടെ വ്യക്തമായിരുന്ന കാര്യം, അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 10 മീറ്റർ അപ്പുറത്ത് മാറി ഈ ഒരു ജോയിയുടെ ജോയി ആണ് അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട് എന്നടക്കമുള്ള ഒരു ദൃശ്യമായിരുന്നു പുറത്തു വന്നത്. പക്ഷെ അത് ആ ക്യാമറയിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചയായിരുന്നു. പക്ഷെ അത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയും ചെയ്തില്ല. അവിടെ സ്കൂബ ടീം 2 വട്ടം ഇറങ്ങി പരിശോധനകൾ നടത്തി. കൃത്യമായി പരിശോധന നടത്തിയിട്ടും അവിടെയൊന്നും തന്നെ ജോയി ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോഴും അതിനുവേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും ഊർജിതമായി 28 മണിക്കൂർ കഴിഞ്ഞപ്പോഴും തുടരുകയാണ്. NDRFന്റെ നേതൃത്വത്തിൽ മറുസൈഡിലും ഒപ്പം തന്നെ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ നേതൃത്വത്തിൽ മറ്റ് മറുവശത്തും ഇത്തരത്തിൽ ഈ ഒരു പരിശോധന പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു ട്രാക്കിന് ഇടയിൽ 2 മാൻഹോളുകളാണുള്ളത്. ഒന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലും ഒന്ന് 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. ആ 2 പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള മാൻഹോളുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കാരണം ഇന്നലെ ഈ സമയത്ത്, ഈ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു, നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ജോയി അതിൽ കൂടി ഒഴുകി ആ മറുവശത്തേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടി ഇപ്പോൾ ഈ ഒരു പരിശോധനാ സംഘം എത്തുന്നുണ്ട്. കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് NDRFന്റെ നേതൃത്വത്തിൽ, അതായത് ഈ ടണൽ വഴി വാട്ടർ പമ്പ് ചെയ്തുകൊണ്ട് തന്നെ, ഈ ഒരു പ്രഷർ ചെലുത്തിക്കൊണ്ട് തന്നെ അത്തരത്തിൽ വാട്ടർ ലെവൽ കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇനിയുള്ളത്. അങ്ങനെ വാട്ടർ ലെവൽ കൂട്ടുമ്പോൾ ഒരുപക്ഷെ അവിടെ നിന്ന് ഒഴുകി പുറത്തേക്ക് എത്താൻ സാധിക്കും, ഈ വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് പോകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു തെരച്ചിൽ സംഘത്തിനുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ
രക്ഷാപ്രവർത്തന സേന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നേവിയുടെ സഹായം തേടിയിട്ടുണ്ട്. നേവിയുടെ സഹായം കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയോടുകൂടി തന്നെ ജില്ലാ കളക്ടർ ജെറോം ജോർജ് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ധരിപ്പിക്കുകയും ഒപ്പം തന്നെ ആവശ്യമെങ്കിൽ അവരുടെ സേവനം ലഭ്യമാക്കാമെന്നും അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി അവർ ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നിലവിൽ 30 അംഗ NDRF സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. കൂടാതെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ജോയിയെ തിരികെ ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇതിൽ പരിശോധന നടത്തുന്നത്. ഇപ്പോഴും ഈ വേസ്റ്റുകളൊക്കെ തന്നെ നമുക്ക് കാണാം, മറുവശത്തൊക്കെ തന്നെ ഇത്തരത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നീക്കം ചെയ്യാത്തതാണ് ഇത്തരത്തിൽ വലിയൊരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനുവേണ്ടി വലിയ ഇടപെടൽ നടത്തിയിട്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ കോർപ്പറേഷൻ പറയുന്നത്, കോർപ്പറേഷനും ഒപ്പം തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പറയുന്നത് റെയിൽവേയുടെ ഒരു അനാസ്ഥയാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിന് വഴിവെക്കുകയും ചെയ്തത്. യാതൊരുവിധ സുരക്ഷയും ഇല്ലാതെ ഇത്തരത്തിലൊരു ജീവനക്കാരനെ അവിടേക്ക് ഇറക്കിയത് അത് എന്തുകൊണ്ടാണ് എന്നടക്കമുള്ള ചോദ്യങ്ങൾ മന്ത്രിമാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതിൽ റെയിൽവേയുടെ ഒരു പ്രതികരണം ഇതുവരെയും ഔദ്യോഗികമായി പുറത്തു വരികയും ചെയ്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വേസ്റ്റുകൾ ചില പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുധി എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സുധി എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. സുധി, ഈ വാർത്ത കേൾക്കുമ്പോൾ സത്യത്തിൽ എന്താണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? ഇത് എന്തൊരു അനാസ്ഥയാണ്? ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഇത് സംഭവിക്കുന്നത്? ഭരണക്കാരുടെ, ഭരണ വിഭാഗത്തിന്റെ, ഏത് ഭരണക്കാരായാലും ആ പ്രദേശത്തിന്റെ, പ്രത്യേകിച്ച് നഗരസഭയുടെ വീഴ്ച തന്നെയാണിത്. നമ്മളുടെ മൊത്തം സംസ്കാരത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് അവിടെ ആ തോട്ടിൽ കാണുന്നത്. അവിടെ ഈ മാലിന്യം നമ്മൾ ഇനിയും കൈകാര്യം ചെയ്യാൻ ഇത്രയും കാലമായി പഠിച്ചിട്ടില്ല. എല്ലാറ്റിലും നമ്പർ 1 ആണ് കേരളം. പക്ഷേ ഈ മാലിന്യം നമുക്ക് ഇനിയും ഒരു കീറാമുട്ടിയാണ്. അതിന് എന്ത് ചെയ്യണമെന്ന് ആർക്കും പിടികിട്ടുന്നില്ലേ സുധി? അതിന്റെ ഏറ്റവും നേർചിത്രമാണ് നമ്മൾ ഈ 2 ദിവസമായിട്ട് ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവിടെ കൊടുങ്ങല്ലൂരൊക്കെ ഈ മാലിന്യം കാര്യക്ഷമമായുള്ള ഒരു സംസ്കരണം നടക്കുന്നുണ്ടോ സുധി? തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കാഴ്ച കാണുന്നത്. എല്ലായിടത്തെയും കഥ ഇതേപോലെ തന്നെ. ഇന്ന് തിരുവനന്തപുരത്ത്, നാളെ മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു കോണിലേക്ക്, നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ മറ്റൊരു കോണിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അതിന്റെ ഏറ്റവും നേർചിത്രമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പലയിടത്തും നെറ്റ് കെട്ടുന്നുണ്ട്, CCTV ക്യാമറ വെക്കുന്നുണ്ട്, എന്നിട്ടും മാലിന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നു. ആളുകൾക്ക് ഇത് ഇടാനൊരു സ്ഥലമില്ല. പക്ഷെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ട ഭരണ അധികാരികളാണല്ലോ. അധികാരികളാണ് പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. അത് നമ്മൾക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇതേപോലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത്. അതിന് കാരണം ഉണ്ടാകുന്നത് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ, അവർക്കാണ് നമ്മൾ ഏറ്റവും ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. എത്രയും വൃത്തിഹീനമായ സ്ഥലത്ത് അവരിറങ്ങി അവരുടെ ജീവൻ പോലും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇത്രയും പേര് രക്ഷാപ്രവർത്തനം എടുത്തുകൊണ്ടിരിക്കുന്നത്. യെസ്, വളരെ വ്യക്തമാണ്. വളരെ നന്ദി സുധി, കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിക്കുകയും ഈ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ജയ നമുക്കൊപ്പം, ശ്രീമതി ജയ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. ശ്രീമതി ജയ, അത് കൂടുതൽ ഈ വേസ്റ്റ് അവരവരുടെ വേസ്റ്റ് അവരവരത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾക്ക് പല ആളുകളും ചോദിക്കുന്നത് എവിടെ ഇടണം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും വരികയാണ്. ഇത് എങ്ങനെ? നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പുറത്തോട്ടൊക്കെ പോയി നോക്കണം. കൊറിയ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ അവര് മാലിന്യം അതിനുള്ള ഇത് കണ്ടുപിടിച്ച് അവരവരുടെ മാലിന്യങ്ങളെല്ലാം ഡൈല്യൂട്ട് ചെയ്ത് അത് പല ഇതായിട്ട് മാറ്റുക. ഇവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ. നമുക്ക് എന്താണ്, നമ്മൾ ഇതിൽ കുറെ കൂടി ഗൗരവത്തിലോ എടുക്കണം എന്നതാണോ അതോ? ഭരണ സംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിച്ചാലേ ഇതിനൊരു ഇതുണ്ടാകത്തുള്ളൂ. ഇത് പരസ്പരം ആരെയും ഇരുന്ന് കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. ഇത് എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഇതൊരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തണം എന്ന്. ഏതായാലും ശ്രീമതി ജയയുടെ ഈ പ്രതികരണങ്ങൾ ഇനിയെങ്കിലും ഈ ആളുകൾക്ക് ഒരു പ്രചോദനമാകട്ടെ നല്ല കാര്യങ്ങളിലേക്ക് നീങ്ങാനെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭരിക്കുന്നവരും വേണം. പ്രതിപക്ഷം ഇപ്പൊ ഈ VD സതീശനൊക്കെ ഇരുന്ന് പറയുന്നത് അവര് ഇത് എല്ലാവരുടെയും ചുമതല, ആരെയും മാറ്റി നിർത്തുമൊന്നും വേണ്ട, ഇതെല്ലാവരുടെയും പൂർണ്ണ ഉത്തരവാദിത്വം. ഇതിപ്പോ ആ മനുഷ്യന്റെ ജീവൻ ഉണ്ടോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇതുപോലെ ആ സാറുമാരൊക്കെ കിടന്ന് എന്ത് കഷ്ടപ്പെട്ട അവർക്ക് എന്തെല്ലാം വേസ്റ്റുകൾ വന്നടിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്താ ഇവര് ഇറങ്ങി നിന്നുകൊണ്ട് ഈ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഇതുണ്ടല്ലോ. ഏതായാലും അവരെ നമുക്ക് ഒന്ന് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഈ സ്കൂബ ജീവനക്കാരും ഒക്കെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, സാറന്മാർക്കെല്ലാം അവര് ചെയ്യുന്ന കാണുമ്പോ ഉണ്ടല്ലോ നമുക്ക് സങ്കടം വരുന്നു കണ്ടിട്ട്. അതുപോലെ തന്നെ മഴ പെയ്ത് വെള്ളം കേറുമ്പം അയ്യോ വെള്ളം കേറിയെന്നും പറഞ്ഞ് എന്തോ ബഹളവാ.
അങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ വൃത്തിയാക്കി ഈ വേസ്റ്റ് റോഡിലിടുന്നവരെ റോഡിലും ഇടുന്നവർക്ക് കർശനമായിട്ടുള്ള ഇത് നടപടികൾ കൊടുക്കണം. വേണം. ഏതായാലും അല്ലാതെ ശ്രീമതി ജയയുടെ അഭിപ്രായം വളരെ വളരെ ശരിയാണ്. ആളുകൾ ഈ കാര്യം വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. ഒപ്പം ശ്രീമതി ജയയ്ക്കൊപ്പം ഞങ്ങളും അഭിവാദ്യം ചെയ്യുകയാണ്. ഈ രക്ഷാദൗത്യത്തിന് ഇറങ്ങിയ മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ട് എന്ന് ഉറപ്പ് പറയുകയും ചെയ്യണം. വളരെ നന്ദി ശ്രീമതി ജയ ഈ അഭിപ്രായം പങ്കുവച്ചതിന്. അരവിന്ദാക്ഷൻ എന്നൊരു പ്രേക്ഷകൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരവിന്ദാക്ഷന് എന്ത് തോന്നുന്നു? എവിടെയാണ് അരവിന്ദാക്ഷൻ നമുക്ക് പിഴച്ചത്? ഞാൻ എന്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കാണിക്കുന്ന ഈ ജനങ്ങൾ ഈ ഒരാൾ അപകടം സംഭവിച്ചു കഴിയുമ്പോൾ അയാൾക്ക് വേണ്ടി എന്ത് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഈ അപകടം വരാതെ നോക്കണ്ടേ? അത് എന്താണ് നമുക്ക് അവിടെ ഇത് തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കാത്തതാണോ അതോ പലപ്പോഴും അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല? അല്ല, ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പലപ്പോഴും വീടുകളിൽ നിന്നൊക്കെ ഇത് മാലിന്യം കളക്ട് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ അപൂർവങ്ങളാണ്. ഇതിന് മാത്രം പിന്നെ എവിടുന്ന മാഷ വരുന്നത്? ഇത് എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ മാത്രമേ ഇത് മാറൂ. ഒരു കടയ്ക്ക് ഇത് ഒരു ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ വലിയ ഒരു പ്രവർത്തനം അന്നത്തെ ജിജി തോംസണും അതുപോലെ അന്ന് ബിജു പ്രഭാകരൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നിരുന്നു. പിന്നീട് അത് എന്തുകൊണ്ടോ അതൊക്കെ അങ്ങനെ പോയി എന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പഴവങ്ങാടി തോട്, ആമേഴഞ്ചൻ തോട്, വഞ്ചിയൂർ തോട്, അതെല്ലാം ഇത്തരം പ്രശ്നങ്ങളിലുള്ളതാണ്. ജീവൻ പോയി കഴിഞ്ഞാൽ അയാൾക്ക് എന്നാ കൊടുത്തിട്ട് എന്നാ കാര്യം? യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗോപാലകൃഷ്ണൻ വിളിക്കുന്നത് ആലുവയിൽ നിന്നാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ മാലിന്യം കൊണ്ട് പൊറുതിമുട്ടിയ മറ്റൊരു പ്രദേശമായിരിക്കണം ഈ ആലുവയും കൊച്ചിയും ഒക്കെ, അല്ലേ? യെസ്, ഞാൻ ഗോപാലകൃഷ്ണനിലേക്ക് മടങ്ങി വരാം. രതീഷ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രതീഷിന് എന്തൊരു പരിഹാരം നിർദ്ദേശിക്കാനാകും? ശ്രീ രതീഷ്, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ആരാണ് ഉത്തരവാദി? ഇത് കൂടുതലും നമ്മളെ ഈ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ഇടുന്നതുകൊണ്ടാണ് കൂടുതലും ഇത് ഇങ്ങനെ വരുന്നത്. പ്ലാസ്റ്റിക് കവറുകൾ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇത് ടൺ കണക്കിന് മാലിന്യമാണ് ഇപ്പോ അവിടെ നിന്ന് നീക്കം ചെയ്തത്. അത്രയും പ്രശ്നമാണ്. ഒരു മനുഷ്യ ജീവനല്ലേ? ഹലോ, ഒരു വിലയും കൊടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? മനസ്സിലാ, അതാണ് ഇത്രയും ഭരണാധികാരികൾ ഉണ്ടായിട്ടും ഇത്രയും ഒന്നും ഇത്രയും മണിക്കൂറായി, 27 മണിക്കൂറായി. അതെ, ഏതാണ്ട് 30 മണിക്കൂറാകുന്നു, അല്ലേ? 30 ആകുന്നു. ഇത്രയും എന്നാലും ഫയർഫോഴ്സ് കാര്യമായിട്ട് ഈ ഇത്രയും മലിനമായ ജനത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട്. ഏതായാലും നമുക്ക് അവരുടെ ശ്രമങ്ങൾ വിജയിക്കട്ടെ. അവർക്ക് വേണ്ടി നമുക്കും മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. ഒപ്പം വിനോദ് എന്നൊരു പ്രേക്ഷകൻ കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ് തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിനോദെ വിളിക്കുന്നത്? ശ്രീ വിനോദ് ടി വിയിൽ ശ്രദ്ധിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, വിനോദിലേക്ക് മടങ്ങി വരാം. ഏതായാലും വലിയ ഒരു ദുഃഖ വാർത്ത എന്ന തരത്തിലാണ് ഈ അപകടത്തെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ കേൾക്കുന്നത്. വിനീത് എന്നൊരു പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീത് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. കോഴിക്കോട് എങ്ങനെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നുണ്ടോ, അതോ തിരുവനന്തപുരം നാളെ കോഴിക്കോട് ആവർത്തിക്കുമോ? വിനീത്, കോഴിക്കോട് മാലിന്യ പ്രശ്നത്തിന് അതേമാതിരി തന്നെ തിരുവനന്തപുരം തന്നെ മാലിന്യ പ്രശ്നങ്ങളുള്ളത്. ഇതിന് ശരിക്കും പറഞ്ഞ ഉത്തരവാദികള് ആരാണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണത്തുണി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയല്ലാതെ അതിന് കറക്റ്റ് കാര്യങ്ങൾ ആരും കണ്ടെത്തുന്നില്ല. അത് സർക്കാർ പറയുന്നു റെയിൽവേ ആണെന്ന്, റെയിൽവേ പറയുന്നു തദ്ദേശ വകുപ്പാണെന്ന്, തദ്ദേശ വകുപ്പ് പറയുന്നു ഞങ്ങളല്ല എന്ന്. അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്, അല്ലേ? അത് നമ്മളെ ഇടയില് മെയിൻ ഉത്തരവാദിത്തം ഇത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ്. ഇപ്പൊ 40 ടണ്ണ് മാലിന്യം അവിടെ നീക്കിക്കണേ. ആ നീക്കാനുള്ള ചെലവ് ഓരോ ഉദ്യോഗസ്ഥന്മാരെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ പണിയെടുക്കും. അവർക്ക് കിട്ടുന്ന ശമ്പളമില്ലേ, സർക്കാർ ശമ്പളം, അതിന്ന് ഈ ചെലവ് മുഴുവൻ അവരെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്താൽ അവർ കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അവരുടെ ശമ്പളത്തിന് ഒരു മുറിവ് വന്നാൽ അവർ പ്രവർത്തിക്കും, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കൂല. വ്യക്തമാണ്. അടുത്ത നടപടികളിലേക്ക് നീങ്ങണമെന്നാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം. വസന്ത എന്നൊരു പ്രേക്ഷക കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി വസന്ത,
ഇവിടെ നമ്മളുടെ ഒരു സാങ്കേതിക സംവിധാനത്തിൻ്റെ കുറവാണോ ഒരു മനുഷ്യനെ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയാതെ നാം എപ്പോഴും കഷ്ടപ്പെടേണ്ട ഒരു പിന്നെ കമ്പ്യൂട്ടർ എല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോഴും അത് തുടക്കത്തിലേ ആയിരുന്നെങ്കിൽ അത് ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നല്ലോ. ഏതായാലും പ്രതീക്ഷ നമ്മൾ കൈവിടുന്നില്ല. പക്ഷേ ശ്രീമതി ജയ, ഞാൻ ചോദിക്കുന്നത് ഇത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ അശ്രദ്ധമായി ഇത്രയും മാലിന്യം നഗരത്തിന്റെ നടുവിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി? നമ്മള് കർമ്മസേനയുണ്ട്. ഇപ്പൊ കൊല്ലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കർമ്മസേനയുണ്ട്. അവർക്ക് 70 രൂപ പോലും ചിലവർ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് തോനെയും പുരയുടെ ഉള്ളവരായാൽ തന്നെയും വൈകിട്ട് സന്ധ്യ ആകുമ്പോൾ കാത്തിരിക്കും എവിടെങ്കിലും കൊണ്ടുവന്ന് ഈ മാലിന്യങ്ങൾ തള്ളാൻ. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അത് ശരി. അതിന്റെ ഭാഗമായാണ് ഇത് ഇപ്പോഴും നമ്മൾ ഇത്രയും ജനങ്ങൾ നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഈ ഇത്രയും തൊഴുമ്പ് വെള്ളത്തിൽ അവരിൽ നിന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അവരെന്തോ നമ്മൾ അവരെ എന്തോ ദൈവത്തിൽ പോലും അതിനും മേലെ നമ്മൾ അത് കരുതണം അവരെ. ഇത്രയും അഴുക്ക് വെള്ളത്തിൽ എന്ന് വെച്ചാൽ അവരിൽ നിന്ന് ഇന്നലെ മുതൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അതെ, ഈ ഉദ്യോഗസ്ഥരെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കാരണം ഒരിക്കലും വരുന്നത് നമ്മളിപ്പോ 2 നേരമെങ്കിലും നമ്മൾ കഴിച്ചിട്ടിരിക്കുന്നു. അവരാണെങ്കിൽ വെള്ളം പോലും കുടിക്കാതാണ് ആ തൊഴുമ്പ് വെള്ളത്തിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെടുന്നത്. ഒരാളെ ജീവന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടിയാണ് ആ മനുഷ്യൻ ആ വെള്ളത്തിൽ അന്ന് കഷ്ടപ്പെടാൻ ഇറങ്ങിയത്. ഈ തൊഴിലാളികൾക്കും ആവശ്യമായ ഒരു സുരക്ഷാ സംവിധാനമൊക്കെ കൊടുക്കേണ്ടതല്ലേ അല്ലേ ഇത്തരം പണികളിലൊക്കെ ഏർപ്പെടുന്നവർക്ക്? അത് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. ഏത് ഉത്തരവാദിത്വം വേണം അത് ഇറങ്ങിത്തിരിക്കാൻ. തൊഴിലുറപ്പിൽ തന്നെ ആയാലും വേറെ ഏത് കാര്യത്തിലായാലും അതിനൊരു മുൻഗണന കൊടുത്തേ പറ്റൂ. ആളുകളെ ഒരു ജീവന്റെ കാര്യമാണത്. അതെ, വളരെ വ്യക്തമാണ്. ഒരു കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയാണ് അവരെ ഇറങ്ങിത്തിരിക്കുന്നത്. അതെ, ശ്രീമതി വസന്തയുടെ അഭിപ്രായങ്ങൾ വളരെ വളരെ കൃത്യമാണ്. അത് ആളുകൾക്കെല്ലാം മനസ്സിലാകുന്നതാണ്. സലീം എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സലീം, ഈ തൊഴിൽ രംഗത്തേക്ക് ഇറങ്ങുന്നവർ, അവരുടെ ഇത്തരം അപകടം പിടിച്ച ജോലികളിലേക്ക് പോകുന്നവർ, അവർക്ക് ആവശ്യമായ ഒരു സുരക്ഷാ സംവിധാനമോ മുൻകരുതലോ ഒക്കെ കൊടുക്കാൻ ബാധ്യസ്ഥരല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ നാട് വൃത്തികേടാക്കുന്നത് ഹൈ സൊസൈറ്റി ആൾക്കാരാണ് മൊത്തം. സാധാരണക്കാരായ ആൾക്കാരും റോഡിൽ കൊണ്ട് വേസ്റ്റ് ഇടുന്നില്ല. ഈ രാവിലെ കാറിൽ നടക്കാൻ പോകുന്ന ആൾക്കാരാണ് അവരുടെ വീട്ടിലെ വേസ്റ്റ് മുഴുവൻ ഇടുന്നത്. ഈ വീട് പണിയുമ്പം അവർക്കൊരു നിയന്ത്രണം കൊടുക്കുക, വേസ്റ്റ് കൊണ്ട് റോഡിലിടാൻ പറ്റില്ലെന്ന്. അല്ല, അതിന് നമുക്ക് ഇപ്പോ കർമ്മസേനയുണ്ട്, ഹരിത കർമ്മസേനയുണ്ട്. അവർ വീടുകളിൽ കൊണ്ട് ഒരു കാര്യമില്ല. കർമ്മസേന വെറും പഞ്ചായത്തിന്റെ 50 രൂപ പൈസ മേടിക്കാന്നല്ലാണ്ട് കർമ്മസേനയെ കൊണ്ട് ഒന്നിനും പറ്റില്ല. വെറും പ്ലാസ്റ്റിക് മേടിച്ചിട്ട് പോവാ അവര്. നമ്മൾ കെട്ടിടം പണിക്ക് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരുമാണ് ഈ റോഡിൽ മുഴുവൻ വേസ്റ്റ് ഇടുന്നത്. നിങ്ങൾ ക്യാമറ വെച്ചിട്ട് ശ്രദ്ധിച്ചു നോക്കുക. അല്ലാണ്ട് സാധാരണക്കാർ തൊഴിലാളികളായ ഒരാൾക്കാരും ഒരു റോഡിൽ ഒരു വേസ്റ്റ് ഇടുന്നില്ല. ഏതായാലും അതെ, അത് വളരെ ഗൗരവത്തോടു കൂടി കേൾക്കേണ്ട ഒരു വാക്ക് തന്നെയാണ് താങ്കളും പറയുന്നത്. സാറിന് ശ്രദ്ധിച്ചു നോക്കുക, ഇവരുടെ ഫ്ലാറ്റിലുള്ള സാധനങ്ങൾ ഈ വേസ്റ്റുകൾ മുഴുവനാണ് നമ്മുടെ റോഡിലേക്ക് വരുന്നത്. അതെ അതെ അതെ. അപ്പൊ സ്വാഭാവികമായും ആളുകൾ അതിന് ഒരു പരിഹാരം, തൊഴിലാളികളായ ഒരാളും ഒരു വേസ്റ്റും അവരുടെ വീട്ടിൽ അവരാവശ്യമുള്ള സാധനങ്ങൾ, ഇവരുടെ വീട്ടിൽ വരുന്ന വസ്ത്രങ്ങളാണെങ്കിലും ശരി, ചെരുപ്പുകളാണെങ്കിലും ശരി, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് മൊത്തം റോഡിലേക്ക് വേസ്റ്റ് വരുന്നത്. യെസ്, ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ ദുബൈയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കുമാർ, ഈ ദുബൈയിലെ പ്രവാസി ലോകമൊക്കെ ഈ വിഷയം ഗൗരവത്തോടെ കാണുന്നുണ്ടോ? അവരുടെ ഇടയിലൊക്കെ ഇത് ചർച്ചയാകുന്നുണ്ടോ? എന്താണ് ആളുകളൊക്കെ അവിടെ പറയുന്നത്? ഞങ്ങൾ ഈ വിഷയം ഇപ്പോഴെന്നല്ല, ഞങ്ങൾ പലപ്പോഴും ഇത് കാണുന്നുണ്ട്. അതായത് ഈ പലരും വന്ന് കുറ്റം പറയുന്നുണ്ടല്ലോ, ഇത് സർക്കാരാണ് അല്ലെങ്കിൽ ഇത് റെയിൽവേ ആണ്. ഇത് ആരുടെയും കുറ്റമല്ല, ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ കുറ്റമാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ മാത്രം കുറ്റമാണ്. നമ്മളിൽ എത്ര പേരുണ്ട് ഒരു ഒഴിഞ്ഞ കുപ്പി ട്രാഷ് കോയിൽ കൊണ്ടിടുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ഒരു വീപ്പയിൽ കൊണ്ടുപോയിട്ട് ഓക്കെ ഇത് ഞാൻ വലിച്ചെറിയാൻ പാടില്ല, ഇത് ഞാൻ ഈ വേസ്റ്റ് ഇരിക്കുന്നിടത്ത് കൊണ്ടുചെന്നിടണം. എത്ര പേരുണ്ട് ഇവിടെ? ഞാൻ 26 വർഷമായിട്ട് ഈ ദുബൈയിൽ ജീവിക്കുന്ന ആളാണ്. ഇവിടെ ഒരു വേസ്റ്റ് ഞാൻ വലിച്ചെറിഞ്ഞാൽ അത് ചായ കുടിച്ച ഒരു ഗ്ലാസ് വെച്ചതിന് 500 രൂപ എന്റെ സുഹൃത്തിന് ഫൈൻ കിട്ടിയിട്ടുണ്ട്. 500 ദിറംസ്, നാട്ടിലെ 10,000 രൂപ ഫൈൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആരും ചെയ്യില്ല. നമ്മൾ കൊണ്ടുവന്ന ട്രാഷ് അവന് വേണ്ടി ഉത്തരവാദിത്തമാണ്.
ഒരു ബാത്റൂമിൽ ഒരു ടോയ്ലറ്റിൽ കയറിയാൽ ഞങ്ങൾ ആരും ഭിത്തിയിൽ തുപ്പാറില്ല. ടോയ്ലറ്റ് ഞങ്ങൾ തന്നെ അത് നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് അത് വൃത്തിയായി കഴുകിയിട്ട് ഇറങ്ങി പോവുക എന്നുള്ളത്. അപ്പൊ ഈ ശിക്ഷ കുറഞ്ഞത് കൊണ്ടാണ് ആളുകൾ ഇത് തോന്നിയ പോലെ ശിക്ഷ കുറഞ്ഞത് കൊണ്ടല്ല നമ്മുടെ സംസ്കാരമാണ് മാറേണ്ടുന്നത്. അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അതായത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ നിൽക്കുന്ന ഭാഗം ക്ലീൻ ആയിരിക്കണം. ഞാൻ അവിടെ തുപ്പാൻ പാടില്ല. ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന വേസ്റ്റ് അവിടെ വലിച്ചെറിയാൻ പാടില്ല. അതിനുള്ള പ്രത്യേക സ്ഥലത്ത് ഞാൻ അത് കൊണ്ടുപോയി നിക്ഷേപിക്കണം. എന്നിട്ട് നമ്മൾ ആരെയും കുറ്റം പറയുമല്ല, നമ്മുടെ ആദ്യം അത് മനസ്സിലാക്കണം. ഇത് എന്റെ കുറ്റമാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ ഒരു പാവപ്പെട്ടവന്റെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു. വർഷങ്ങളായിട്ടുള്ള കുപ്പിയും പാട്ടയും ഇതിനുള്ളിലിരിക്കുകയാണ്. ഇത് യാന്ത്രികമായിട്ട് അവിടെ വരുന്നതല്ലല്ലോ. ഇത് ഓരോരുത്തരും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം മറ്റൊരാൾ വിളിച്ചു പറഞ്ഞതുപോലെ ഫ്ളാറ്റിലുള്ളവരുടെ മാത്രം കുറ്റമല്ലത്. ഈ വിളിച്ചു പറഞ്ഞ സുഹൃത്ത് തന്നെ പലപ്പോഴും ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സോഡ മേടിച്ചു കുടിച്ചിട്ടോ ആ കുപ്പി അവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും, ചായ ഗ്ലാസ് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ കാലാകാലങ്ങളായി വന്ന് നിറയുന്നതാണിത്. കുപ്പ ഒരിക്കലും യാന്ത്രികമായിട്ടുണ്ടാകുന്നില്ല, മനുഷ്യരുണ്ടാക്കുന്നത് മാത്രമാണ് കുപ്പ. അത് നമ്മൾ കൃത്യമായിട്ടും വേസ്റ്റ് ആയിട്ട് ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ സംസ്കരിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന അതിനുള്ള ട്രാഷ്കോ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടാവും. ട്രാഷ്കോ ഇൻ ദ സെൻസ് നമുക്ക് ഈ കുപ്പകൾ നിക്ഷേപിക്കാൻ ചിലപ്പോൾ നാട്ടിൽ വീപ്പ ആയിരിക്കും വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും. അതിൽ എത്ര പേരത് നിക്ഷേപിക്കുന്നുണ്ട്, എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. റോഡിൽ തുപ്പരുത്, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. ഒരു KSRTC സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ടോയ്ലറ്റിൽ നമുക്ക് കയറാൻ തോന്നില്ല. അതിന് അവിടെ ഉള്ളവരെയാണ് നമ്മൾ കുറ്റം പറയുന്നത്. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും അപ്പൊ കുറ്റം പറയും ഈ KSRTCയുടെ കുഴപ്പമാണെന്ന് പറയാം. അത് KSRTCയുടെ കുഴപ്പമല്ല, അത് ഞങ്ങള് അത് ഒരു കൂട്ടുത്തരവാദിത്തമാണ് നമ്മുടെ പരിസരവും. തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അത് സംസ്കാരം, നമ്മുടെ ഒരു സംസ്കാരമാണ് മാറ്റിയെടുക്കേണ്ടുന്നത്. അതായത് മലയാളിക്ക് എല്ലാം ഉണ്ട്, പക്ഷെ എന്തെല്ലാം ഈ ഒരു സംസ്കാരം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അതായത് കൃത്യമായും ഉപയോഗശൂന്യമായ സാധനങ്ങൾ എന്താണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളത് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത് തന്നെയാണ് എത്രയോ ജീവൻ നഷ്ടപ്പെടുന്നു. മുമ്പൊരിക്കൽ ഓടയിൽ ഇറങ്ങി ഒരാൾ മരണപ്പെട്ടു, ഇന്നൊരാൾ മരണപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ഇറങ്ങിയ മനുഷ്യനെ നമുക്ക് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് നമ്മളല്ല കുറ്റം, നമ്മൾ ഓരോരുത്തരുമാണ് അതിന്റെ കുറ്റക്കാർ. അതിന് ഗവൺമെന്റിനെയോ നഗരസഭയോ ഒന്നും കുറ്റം പറയരുത്. നഗരസഭയും ഗവൺമെന്റും പൂർണ്ണമായും ശരിയാണെന്നുള്ള പക്ഷമൊന്നും എനിക്കില്ല, പക്ഷെ റെയിൽവേയും ശരിയാണെന്നുള്ള പക്ഷമൊന്നും എനിക്കില്ല. പക്ഷെ അത് എന്റെയും അവരുടെയും നിങ്ങളുടെയും കുറ്റമാണ്. അതെ, വളരെ വ്യക്തമാണ്. ശ്രീ കുമാർ ദുബൈയിൽ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ജോളി എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഊതറ എന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്, അല്ലേ? അതെ അതെ. ശ്രീമതി ജോളി എന്ത് കരുതുന്നു? ഈ മാലിന്യ സംസ്കരണം എന്നത് നമുക്ക് ഇനി മന്യമാണോ? ഒരു സംസ്കാരം എന്ന നിലയിൽ മലയാളികൾ ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റു പല ഇടങ്ങളെക്കാൾ കുറെ കൂടെ വൃത്തിയുള്ളവരാണെന്ന് മേനി നടിക്കുന്നവരാണ്. അത് ഒരു വെറും വാക്കാണോ ശ്രീമതി ജോളി? അത് നമ്മൾ ഒരു അപകടം വന്നിട്ടല്ല നമ്മൾ അതിനെ പറ്റി ചിന്തിക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ നമ്മൾ ഇതിന് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ താഴേക്കിടയിലെ ജോലിക്കാർക്ക് ഇതുപോലുള്ള ജോലി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കിയിട്ട് വേണമായിരുന്നു അവരെ ഈ സ്ഥലത്തേക്ക് ഇറക്കി വിടാനായിട്ട്. അത് അവരിൽ നിന്ന് വന്ന ഏറ്റവും വലിയ വീഴ്ച തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ മാലിന്യ കൂമ്പാരം, അത് നമ്മൾ ഓരോരുത്തരും വരുത്തി വെക്കുന്ന വിന തന്നെയാണ്. അവിടെ സർക്കാരോ അല്ലെ നഗരസഭയോ മാത്രമല്ല, ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ഈ വലിയ വിപത്തായ മാലിന്യം, ഈ പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ പണ്ടേ നിരോധിക്കേണ്ട സംഭവമാണ്. അതിനെ മറ്റുള്ളവരുടെ പറമ്പിലോ മറ്റുള്ളവരുടെ വാസസ്ഥലത്തോ കൊണ്ട് നിക്ഷേപിച്ച് പൊതുസ്ഥലത്ത് നിക്ഷേപിച്ച് ഇതുപോലുള്ള വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ നിയമം നടപ്പിലാക്കിയാല്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ആ സുരക്ഷാ ജോലിക്കായി ഇറങ്ങിയിരിക്കുന്നു എത്രയോ കുടുംബങ്ങളുടെ അത്താണിയാണ് അവരൊക്കെ. ഒരു വീട്ടമ്മ ഇന്ന് കാത്തിരിക്കുകയാണ് തന്റെ മകൻ തിരിച്ചു വരും എന്ന് കരുതി. ഇപ്പോൾ അവരുടെ വേദന ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. അതിന്റെ വിപത്തിന്റെ ഓരോ ഭാഗവും നമ്മളൊക്കെ വഹിക്കേണ്ടവരാണ്. നമ്മളെല്ലാവരും അതിന്റെ ഭാഗഭാക്കാണ്. നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന വീഴ്ചകളും തെറ്റുമാണ് മറ്റുള്ള ഒരാള് നിരപരാധിയായ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത്. അതിനൊക്കെ നമ്മളൊരു മാറ്റം ഇതോടുകൂടിയെങ്കിലും പൊതുജനങ്ങളും സർക്കാരും ഇതിന് മുന്നോട്ട് വന്ന് അതിന് വേണ്ടുന്ന നടപടികൾ എടുത്ത് അടിസ്ഥാന വിഭാഗങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി, അതുപോലെ തന്നെ നമ്മുടെ തോടുകളും റോഡുകളും മാലിന്യ വിമുക്തമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ മാലിന്യം അന്യയുടെ തോട്ടിൽ അന്യയുടെ പറമ്പിൽ നിക്ഷേപിക്കുന്നതല്ല നമ്മുടെ സംസ്കാരം. നമ്മുടെ സംസ്കാരത്തെ നമ്മൾ മുറുകെ പിടിക്കുക. വ്യക്തമാണ്. ഏതായാലും ഒരമ്മ മകനായി കാത്തിരിക്കുന്നു. ഒറ്റമുറി വീട്ടിൽ ഷീറ്റിട്ട
ഒറ്റമുറി വീട്ടിൽ ദാരിദ്ര്യത്തിൻ്റെ എല്ലാ ദുരിതങ്ങൾക്കും അപ്പുറത്ത് ഒരു മകൻ പ്രതീക്ഷയോടെ ആ അമ്മയെ കാത്തിരിക്കുന്നു. നമ്മളും കേരളവും ജോയുടെ വരവിനായി കാത്തിരിക്കുന്നത്. സുധീഷ് എന്നൊരു പ്രേക്ഷകൻ പേരൂർക്കടയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. സുധീഷ്, ഇത് തിരുവനന്തപുരം നമ്മൾ താരതമ്യേന ഇന്ത്യയിൽ കുറേ കൂടി ഒരു ശുചിത്വമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒട്ടനവധി പദ്ധതികളൊക്കെ നടപ്പിലാക്കാനൊക്കെയുള്ളൊരു ശ്രമം നടന്നിരുന്നു, ഓപ്പറേഷൻ അനന്തയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇതൊന്നും പൂർണ്ണമാകുന്നില്ല, ഇപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്നാണോ വ്യക്തമാകുന്നത്? ഇതിൽ പരിഹാരം എന്ന് പറയാൻ ഒന്നുമില്ല. ഇതെല്ലാവരും ചുമ്മാ ഇത് ഒരു നേരം പോക്കിന് കളിക്കുന്ന ഒരു കളിയാണ്. ആ ചേട്ടൻ്റെ മുഖം എനിക്ക് ഇപ്പോൾ ഏർപ്പെടും. ഞാൻ കാരണം ചേട്ടൻ കഴിഞ്ഞ മാസം എന്റെ വീട്ടിൽ വന്ന് ജോലി ചെയ്ത ആളാണ് ആ ചേട്ടൻ. ആ ചേട്ടൻ എന്റെ വീട്ടിൽ ട്രെയിനേജ് വൃത്തിയാവുന്ന ചേട്ടനാണ്. ആ ചേട്ടന്റെ മുഖം ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശരി, സുധീഷിന്റെ വീട്ടിൽ വന്നിരുന്നു അല്ലേ ജോയ്? വന്നിരുന്നു, സുധീഷിന്റെ വീട്ടിൽ വന്നിരുന്നു അല്ലേ? കഴിഞ്ഞ മാസം ആദ്യവാരം വീട്ടിൽ വന്നിരുന്നു എന്റെ വീട്ടിലെ ട്രെയിനേജ് ശരിയാക്കാൻ വേണ്ടി. ആ ചേട്ടൻ നമ്മൾ ഇപ്പോഴും മറക്കാൻ പറ്റില്ല. ഇത് എന്ത് പറയാന്ന് വെച്ചാൽ അത് ആ മഴ തോടില്ല, ആ തോടിന്റെ ഇരു കരകൾ എല്ലാ ഫ്ലാറ്റും ഉണ്ട്, കടകളുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ നിന്നെല്ലാം അവിടുത്തെ വേസ്റ്റ് മൊത്തം അവിടെ നിന്ന് ഒഴിച്ചു വരുന്നത്. അത് വർഷങ്ങളായിട്ട് നടന്ന സംഭവമാണ്. സ്റ്റാച്ചു കഴിഞ്ഞ് ഓവർ ബ്രിഡ്ജ് എത്തും മുമ്പേ സ്മെല്ലടിക്കും ഈ ഓട നാട്ടം. അങ്ങോട്ട് കയറുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, ആ തോടെത്തി അറിയാൻ പറ്റും. അത് തലസ്ഥാനം, നമ്മളെ കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് നാണക്കേടാണ്. കാരണം കേരളത്തിൽ തലസ്ഥാനമല്ല, കേരളത്തിന്റെ മാലിന്യ സ്ഥാനമാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആ അത്രയ്ക്ക് വേസ്റ്റാണ് അവിടെ. നമ്മൾ ഓവർബ്രിഡ്ജ് കഴിയുമ്പോൾ തന്നെ അവിടെ സ്മെല്ലാണ്, അത്രയ്ക്ക് അറിയാൻ പറ്റും. ഈ അവിടെയുള്ള കടക്കാരും അതെന്ന് വെച്ചാൽ കോഫി ഹൗസിലെയും ബാക്കി ആ ഫ്ലാറ്റിലെ എല്ലാ വേസ്റ്റും അവിടെയാണ് ഒഴുക്കിയിരുന്നത്. പാവപ്പെട്ട ജനങ്ങളല്ല അവിടെ വേസ്റ്റ് ഒഴുക്കുന്നത്. ഈ വലിയ വലിയ ഫ്ലാറ്റിലെയും വലിയ വലിയ കടകളിലെയും എല്ലാ വേസ്റ്റും, പാലിന് വേസ്റ്റ് ഉണ്ട്, പിന്നെ ചാലക്കായിട്ടുള്ള ഈ 60 മാലി വേസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം ഇവിടെയാണ് വരുന്നത്. എത്ര വർഷം കൊണ്ട് ഇങ്ങനെ നടക്കുന്നറിയുന്നു. ഇതിന് നമുക്ക് കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല, കേരളത്തിന്റെ മാലിന്യ സ്ഥാനം എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കുണ്ടത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഹരി എറണാകുളത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഹരി, എറണാകുളത്തുകാർക്കും സമാനമായ കഥകൾ ഈ മാലിന്യ സംസ്കരണത്തിന്റെ പരാതികളെക്കുറിച്ച് ഒട്ടനവധി പറയാനുണ്ടാകും അല്ലേ? അതെ തന്നെ, തീർച്ചയായിട്ടും. കാര്യം ഞാനിത് കണ്ടപ്പോ എറണാകുളത്ത് നടക്കുന്നത് പല ദിവസവും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. നേരത്തെ നമ്മളുടെ ഒരു സുഹൃത്ത് പറഞ്ഞില്ലേ, നമ്മുടെ സംസ്കാരമാണ് മാറേണ്ടത്. ആ സംസ്കാരത്തിലൊരു മാറ്റം വന്നാലേ ഇതൊക്കെ നേരെയാവുള്ളൂ എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കാലത്ത് എല്ലാ ദിവസവും ഒരു 5 മണിക്ക് 5 മണിയോടെ അടുത്ത് പുറത്തേക്ക് പോകുന്ന ആളാണ്. എറണാകുളത്ത് കാണുന്ന ഒരു കാഴ്ച, കാലത്തെ സ്കൂട്ടറിലും 2 വീലറിലും വന്നിട്ട് ഈ പാലത്തിന്റെ മുകളിൽ, എറണാകുളത്ത് ഒരു നോർത്ത് പാലമുണ്ട്, സൗത്ത് പാലമുണ്ട്, ഇവിടെയൊക്കെ കാലത്ത് ചെന്നാൽ കാണും പാക്കറ്റില് മാലിന്യം വലിച്ചെറിഞ്ഞേക്കുന്നത്. അപ്പൊ ഇതൊക്കെ വേണമെന്ന് വെച്ച് തന്നെ മനുഷ്യൻ ചെയ്യുന്നതാണ്. ബാക്കിയുള്ളവർക്ക് ഒരു ഉപദ്രവം വരുന്നുണ്ടല്ലോ ഇത് ചെയ്യാൻ. അങ്ങനെ ഒരു അതെന്താണ് ഈ ആളുകൾക്ക് അത് ഇടാനുള്ള ഒരു സ്ഥലമില്ലേ? ഇവിടെ മാലിന്യം ഇടൂ എന്ന് പറഞ്ഞൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഇത് എവിടെ കൊണ്ട് ഇടും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. കാരണം ഇപ്പൊ ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് എല്ലാ ആഴ്ചയിലും 3 ദിവസം ഒരാൾ വന്ന് ഇതെല്ലാം കളക്ട് ചെയ്ത് കോർപ്പറേഷൻ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അത് എഫക്റ്റീവായിട്ട് എറണാകുളം സിറ്റിയിൽ, ഇപ്പൊ തിരുവനന്തപുരത്ത് ഇത് സംഭവിച്ചത് ഞാനത് കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇതുപോലെ തന്നെയാണ് എറണാകുളത്തെയും പല തോടുകളിലെയും പ്രശ്നം. എറണാകുളത്തും ഇഷ്ടം പോലെ ഇതുപോലെ കനാൽസ് സിറ്റിയുടെ കൂടി പോകുന്നുണ്ട്. പകുതിയും സമ്മർജിതാണ്. അതിനകത്ത് പകുതിയും ക്ലോഗ് ചെയ്ത് കിടക്കുകയാണ്, കംപ്ലീറ്റ്ലി ഇതുപോലെ കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ സമാന്തരമായിട്ട് കോർപ്പറേഷൻ, നമ്മൾ ഈ സമയത്ത് പഴി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ എറണാകുളത്ത് ഈ മാലിന്യം കൂട്ടിയിട്ടത് തീ പിടിച്ചു, വല്ലതും അവിടെ ഉണ്ടായോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ സോളിഡ് ആയിട്ട് വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ അടുത്തത് വരാൻ കാത്തു വെക്കുകയാണ്. നിങ്ങള് ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തിയാണ്. ഇതൊരു ഒരു മീഡിയയിൽ ഇതൊരു സ്ഥിരമായിട്ട് കൊണ്ടുവരണം ഇങ്ങനെയുള്ള. ഇതൊരു വേസ്റ്റ് മാനേജ്മെന്റ് കേരളത്തിലെ ഒരു ശാപമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡിസ്കഷൻ ഡെയിലി കൊണ്ടുവരണം. അത് കൊണ്ടുവരുമ്പോ ഇതിനെപ്പറ്റി പറയാൻ യോഗ്യതയുള്ള ആൾക്കാരായിരിക്കണം അതിനകത്ത് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഒരു 3rd റേറ്റ് പൊളിറ്റീഷ്യനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി വെച്ചാൽ അയാൾ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞത് ഞങ്ങളൊന്നും സത്യത്തിൽ അങ്ങനെയുള്ളത് കേൾക്കാതെ തന്നെയില്ല. അതായത് ഈ രാഷ്ട്രീയക്കാർ പരസ്പരം പഴിചാരുന്നവരിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ ഒരു എക്സ്പേർട്സ്, ഇതിൽ വിജയം കണ്ടിട്ടുള്ള വിജയ മാതൃകകൾ ചെയ്യേണ്ടത്. യെസ്, വ്യക്തമാണ്. വളരെ നന്ദി അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. കൊല്ലത്ത് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, പ്രസാദ്. ഒരു കോവിഡ് നമുക്ക് വലിയ പാഠങ്ങൾ തന്നിരിക്കുന്നു. പകർച്ചവ്യാധികൾ, മഹാവ്യാധികൾ
മഹാമാരികൾ ഒക്കെ മനുഷ്യരെ എത്രമാത്രം ദുരിതത്തിലാഴ്ത്തുമെന്ന്. അപ്പോൾ അതിലൊരു നിർണായക ഘടകം ശുചിത്വമാണ്, വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും. ഇവിടെ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ടണ്ണ് കണക്കിന് മാലിന്യം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഇത് തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് എന്നതുകൂടി ആണ് നമ്മൾ ഒരു വേദനയോടെ ഞെട്ടലോടെ മനസ്സിലാക്കുന്നത്. ഈ പഴവങ്ങാടിത്തോടാവട്ടെ, അല്ലെങ്കിൽ ആമേഴഞ്ചന്തോടോ വഞ്ചിയൂർത്തോടോ അങ്ങനെ പലതരം പേരുകളിൽ അറിയപ്പെടുന്ന ഈ തോടിന് ഉള്ളത്. അപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? നമ്മൾക്ക് വൃത്തി എന്ന ബോധം മലയാളിക്ക് കുറേ കൂടി കൂടേണ്ടതുണ്ടോ പ്രസാദ്? ഹലോ, പ്രസാദിന് കേൾക്കാമോ? കേൾക്കാം. ആ, പക്ഷെ പ്രസാദിന് എന്ത് തോന്നുന്നു? ഇത് നമ്മുടെ ഒരു വൃത്തിരാഹിത്യമാണോ നമ്മൾ ഈ കൊടുക്കേണ്ടി വരുന്ന വില? തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം ഒരു വേസ്റ്റ് മാനേജ്മെന്റിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ള കാലം കഴിഞ്ഞിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്തെ ഈ തോടുകളും ഈ പല തോടുകളും ഇന്ന് മാലിന്യ കൂമ്പാരങ്ങൾ ഒഴുകി, പ്ലാസ്റ്റിക്കുകൾ ഒഴുകി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലെല്ലാം ഈ സാധാരണക്കാരനാണ് ഈ അപകടങ്ങളിലെല്ലാം പെടുന്നതും മരണപ്പെടുന്നതും എന്നൊരു വലിയൊരു വിഷമപ്പെടുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നത് വൈകിപ്പോകുന്നത്. കാരണം നമ്മൾ നേരത്തെ കുമാർ എന്ന് പറഞ്ഞൊരു പ്രവാസി പ്രാവശ്യവും പറഞ്ഞതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഞാനും ഒരു പ്രവാസിയായിരുന്നു. ഗൾഫിലും അത് കണക്കുള്ള സ്ഥലത്തും ഒക്കെ വളരെ കർശനമായ വേസ്റ്റ് മാനേജ്മെന്റിൽ കർശനമായ ഒരു നിലപാടുകൾ ഉണ്ടായിരുന്നു. ഇത് കണക്ക് ഫൈനുകൾ വെച്ചുകൊണ്ട് പ്ലാസ്റ്റിക്കുകളും വഴികളിലും വാരി എറിയുന്ന ഒരു സംസ്കാരം നമ്മുടെ മാറ്റണം. കേരളത്തിൽ വളരെ ഏറെ സാംസ്കാരിക കേരളമാണെന്ന് പറയുന്നതോറും വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം മറ്റുള്ളവരെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമെങ്കിലും നമ്മുടെ സ്വയം കാര്യങ്ങളിൽ ഒരു പര്യാപ്തത ഇതുവരെ വന്നിട്ടില്ല. നമ്മളെ വീട്ടിലെ സാധനങ്ങളെല്ലാം രാവിലെ വേസ്റ്റ് വാരി കെട്ടി രാവിലെ കൊണ്ടുവന്ന് തോട്ടിലും ആറ്റിലും കളയുന്ന ഒരു സമീപനം മാറ്റിയാല് നമ്മൾ നാളെ ഇറങ്ങി നടക്കുമ്പോഴും മറ്റുള്ളവർക്ക് ദോഷമാണെന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഉണ്ടാകണം. അതിന്റെ ഒരു നല്ല പൊതു അവബോധം നമുക്കുണ്ടാവണം. അതാണ് ഇത്തരം പ്രശ്നങ്ങളിൽ പെടുന്നത്. അപകടങ്ങൾ പെടുമ്പോൾ മാത്രമാണ് നമുക്കൊരു ജാഗ്രത ഒരു വാർത്തയായി വരുന്നത്. യെസ്, ഏതായാലും പ്രസാദിൻ്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ പ്രവാസികൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായി അറിയാം. കാരണം അവർ പോകുന്ന നാടുകളിലൊക്കെ ഇത് ഫലപ്രദമായി ചെയ്യാൻ അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നുണ്ട്. അത് കൃത്യമായി പാലിക്കാൻ അവിടുത്തെ പൗരന്മാർക്ക് കഴിയുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് അത്തരം മാതൃകകളിൽ അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാസികളുടെ ഒരു വലിയ പങ്കാളിത്തം അവർ ബോധവൽക്കരണത്തിൽ അവർ കൂടുതലും മുന്നിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം അവർക്കാണിത് കൂടുതൽ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതെങ്ങനെ വിജയകരമായി നടപ്പിലാക്കാമെന്ന് മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി കണ്ട് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് പ്രസാദിനെ പോലുള്ളവരുടെ വാക്കുകൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കേൾക്കണം. ഏതായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് തുടർന്നും പ്രതികരിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ പെട്ടെന്ന് മടങ്ങിയെത്തും. യെസ്, പൊതുവേദി തുടരുന്നു. സിയാദ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. സിയാദ്, ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ മാലിന്യ സംസ്കരണത്തിൽ വന്നിട്ടുള്ള വീഴ്ച. രണ്ട്, അതിനായി പോകുന്ന ഒരു തൊഴിലാളിക്ക് കൊടുക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളിലെ വീഴ്ച. രണ്ടിലും നമുക്ക് പാളിച്ച പറ്റിയിട്ടുണ്ട്. ശ്രീ സിയാദ്, എനിക്ക് തോന്നുന്നു വിദേശത്തൊക്കെ പോയിട്ടുള്ള ആളാണ്, അവിടുത്തെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി. ഹലോ, യെസ് സാറേ, ഞാൻ ആലപ്പുഴ പുന്നപ്പുറന്ന് വിളിക്കുവാണേ. പുന്നപ്പുറ പറഞ്ഞു. ഞാൻ പ്രവാസി സംഘത്തിന്റെ അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറിയും കൂടിയാണ് കേട്ടോ സാർ. ഞാൻ പ്രവാസിയാണ്. അപ്പം നമ്മള് വീഴ്ച പറ്റിയിരിക്കുന്നത്, ആദ്യം ഞാൻ അവിടെ അന്വേഷിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരു ബിഗ് സല്യൂട്ട് ആദ്യം നൽകുവാണ്. അവരുടെ പ്രവർത്തനം വിലമതിക്കാനാവാത്തതാണ്. പ്രവർത്തനം മികച്ചതാണ് സാർ. നമ്മൾ TV കണ്ടിട്ട് നമുക്ക് അറപ്പ് തോന്നുന്നെങ്കിൽ സത്യത്തിൽ അവർ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് വീണ്ടും കൊടുക്കുകയാണ് സാർ. അത്രയ്ക്ക് കഴിവുള്ള ആൾക്കാരാണ് അവര്. അവരെ ഇത് കഴിഞ്ഞാലും അവരെ നമ്മൾ അനുമോദിക്കണം സാർ. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഓ സാർ, ഈ മാലിന്യം ഇങ്ങനെ കൂടുന്നതും ഇതിൽ ആളുകൾ പെടുന്നതും ഒക്കെ മാലിന്യം നമ്മുടെ മാത്രം കുഴപ്പമില്ല സാർ. ഇപ്പം റെയിൽവേയിൽ നിന്ന് വരുന്ന മാലിന്യം അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ശുചിത്വം ഇല്ല. നമ്മളെ ബസ് സ്റ്റാൻഡ്, എറണാകുളത്ത് ബസ് സ്റ്റാൻഡൊക്കെ ഒന്ന് സാർ പോയി നോക്ക്, തുപ്പി നാറ്റിക്കിട്ടിരിക്കുക. കാരണം അവർക്ക് വൃത്തിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അത് അന്യസംസ്ഥാന തൊഴിലാളിയാണ്. നമ്മുടെ ഈ കുപ്പയൊക്കെ കൊണ്ടിടുന്നതിൽ കൂടുതലും നമ്മുടെ ഈ സംസ്ഥാനത്തെ തൊഴിലാളി ഉണ്ട്. തൊഴിലാളി എന്ന് വെച്ചാൽ ഇവിടുത്തെ സംസ്ഥാനത്തിലുണ്ട് സാർ. സാധാരണക്കാരൻ ചെയ്യത്തില്ല സാർ. സാധാരണക്കാരൻ അങ്ങനെ ചെയ്യില്ല. ഇത് ഫ്ലാറ്റിൽ നിന്ന് വരുന്ന മാലിന്യം എന്ന് പറഞ്ഞാൽ അവരിത് കൂട്ടിവെച്ചിട്ട്
കാണുന്ന വഴിയിൽ രാത്രിയിൽ കൊണ്ട് തട്ടുക. അത് നമുക്ക് ജലം ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളും ഉണ്ട്, നല്ല സ്ഥലങ്ങളും ഉണ്ട്, എവിടെ ഇടണ്ട. പക്ഷെ നമ്മളിപ്പോ ആലപ്പുഴ മുനിസിപ്പാലിറ്റി എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ട് കൊടുക്കുക. അപ്പൊ കൊടുക്കുമ്പോൾ നമ്മള് അവിടെ മുമ്പൊക്കെ ആകുമ്പോൾ പേരെഴുതി കൊടുക്കണമായിരുന്നു. നമ്മള് ഇപ്പൊ വീട്ടുകളിൽ വന്ന് പ്ലാസ്റ്റിക് ഒക്കെ എടുക്കും. ഒരു കാര്യം ഓർത്താൽ നല്ലതാണ്. എന്നിട്ട് അവരത് കൊണ്ട് സംസ്കരിക്കുന്നുണ്ട്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് സാർ. പക്ഷെ അതിൻ്റെ അകത്ത് എല്ലാത്തിലും അതിന്റെ നല്ല ആൾക്കാരും ഉണ്ട്, കള്ള ആൾക്കാരും ഉണ്ട്. വ്യക്തമാണ്. ശ്രീ സിയാദ് ഇവിടുന്ന് വിളിക്കുകയും പ്രവാസികളുടെ ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ പ്രവാസികളുടെ പ്രതികരണം ന്യൂസ് 18 വലിയ പ്രാധാന്യത്തോടെ കാണുന്നു. കാരണം അവരൊട്ടനവധി അനുഭവ സമ്പത്തുള്ള ആളുകളാണ്. അവർ ഇതുപോലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ചെന്ന് ആ കാര്യങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. നാടിന് മാറാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അവരുടെ അനുഭവങ്ങൾ എല്ലായ്പ്പോഴും വലിയ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കേൾക്കേണ്ടതുമാണ്. ശ്രീ KC രാജൻ വിളിക്കുന്നത് കൂടാളിയിൽ നിന്നാണ്. ശ്രീ രാജൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഇതുപോലെയൊക്കെ മാലിന്യം അടിഞ്ഞുകൂടുന്ന സ്ഥലങ്ങളുണ്ടോ ശ്രീരാജൻ? ഇഷ്ടംപോലെ ബസ് സ്റ്റാൻഡുകളിൽ ഓരോ പ്രദേശത്തിന്റെയും ഷോപ്പുകളിൽ ഓരോ വശത്തും വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവിടെയെല്ലാം കാണുന്ന മാലിന്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് പെറുക്കിയെടുക്കാനോ അല്ലെങ്കിൽ ഇത് സംസ്കരിക്കാനോ ഉള്ള ഒരു പരിപാടിയും ശരിക്കും ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളും ഇപ്പം പോട്ടെ ശരി പോരായ്മകളുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്ന മഴക്കാലത്തിന് മുമ്പ് ഇപ്പൊ ഈ മുൻ ചീഫ് സെക്രട്ടറി പറഞ്ഞില്ലേ 15 വർഷം അപ്പുറയാണ് തിരുവനന്തപുരത്ത് ഇത് വൃത്തിയാക്കി എന്ന് പറഞ്ഞില്ലേ. സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തനങ്ങൾക്ക് കുറച്ച് പൈസ നീക്കി വെക്കണ്ടേ. ശരി, അദ്ദേഹം ഒരു സേഫ്റ്റി ഇല്ലാണ്ട് താഴേക്ക് ഇറങ്ങി അദ്ദേഹത്തിന് നല്ല മനസ്സോടെ പ്രവർത്തിച്ചു. പക്ഷെ അദ്ദേഹത്തിന് നമുക്ക് മിസ്സായിട്ട് ഇപ്പൊ മണിക്കൂറുകളോളം അവിടെ വന്ന് ഇത് ചെയ്യുന്ന കാണുമ്പോൾ ആ ഞങ്ങൾ ചളിയിലോട്ട് നടക്കൂല, ചെരുപ്പിടാതെ നടക്കൂല. ഈ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ചെയ്യുന്ന കാണുമ്പോൾ വളരെ സങ്കടം തോന്നും സാർ. പക്ഷെ ഇത് എന്റെ അഭിപ്രായത്തിന് റെയിൽവേന്റെ അതുപോലെ തന്നെ തിരുവനന്തപുരം മേയർ മിസ്റ്റേക്കാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയം, അഹങ്കാരത്തിന്റെ പ്രതീകാത്മകത ഞാൻ പറയും. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. വിവേക് വിളിക്കുന്നത് വർക്കലയിൽ നിന്നാണ്. ശ്രീ വിവേക്, വർക്കല ഇപ്പോൾ കുറേ നല്ല രീതിയിൽ ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ നടത്തുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആ പരിസരത്ത് വന്നപ്പോഴൊക്കെ കുറച്ച് വൃത്തിയായിട്ടൊക്കെ കാണാൻ കഴിഞ്ഞു. അത് ഒരു മാതൃകയാണോ? ഓരോ സമയത്ത് വരുന്ന ഓരോ ഉദ്യോഗസ്ഥരുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. അവിടെ ബീച്ച് സൈഡിലൊക്കെ അവര് വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടാണ്. അവര് ക്ലീൻ ആയിട്ട് ഇടുന്ന ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ ഇടും, അല്ലെങ്കിൽ അത് വൃത്തിയില്ലാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ എനിക്ക് പറയാനുള്ളത് തന്നെ ഈ കുട്ടികളിലെ നമ്മുടെ വിദ്യാർത്ഥികളിലെ ഈ ഒരു സംസ്കാരം അവർക്ക് പഠിപ്പിച്ച് ക്ലാസ്സിൽ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങളും അത് ഫീൽഡിൽ കൊണ്ടുപോയി എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു സംസ്കാരം വളർത്തിയെടുത്താൽ മാത്രമേ ഇങ്ങനത്തെ അപകടം ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. കുട്ടികളിൽ അല്ലാതെ അതിനൊരു സൊല്യൂഷൻ കാണണമെങ്കിൽ ഈ പറഞ്ഞ കോടതികളുടെ ഇടപെടൽ ഉണ്ടാവണം. കാര്യം മുനിസിപ്പാലിറ്റി ആക്ടിലൊക്കെ ഇത് പറയുന്നുണ്ട്. പക്ഷെ ഈ വർക്കല പോലും നഗരസഭ പോലും ഒന്നും പാലിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാല് ഈ വഴിയോര കച്ചവടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലീഗലായിട്ടാണ് ഇരിക്കുന്നത്. അവരിടുന്ന വേസ്റ്റും റോട്ടിൽ വെള്ളം ഒഴുക്കി വിടുന്നുണ്ട്. അത് ആ വെള്ളത്തിൽ ബൈക്കുകാർ തെന്നി വീഴുന്നുണ്ട്. പക്ഷെ ഒരു പോലീസ് തെമ്പിടി ഒന്നും വന്ന് നോക്കാറില്ല. അപ്പൊ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നാണ് വിളിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. ഇത് റെയിൽവേയുടേതാണെന്ന് നഗരസഭയ്ക്ക് പറയാം, നഗരസഭയുടെയാണെന്ന് റെയിൽവേക്ക് പറയാം, സംസ്ഥാന സർക്കാരിൻ്റെ പിഴയാണെന്ന് പ്രതിപക്ഷത്തിന് പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നമുക്ക് എന്താണ് വേണ്ടത്? ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അപാകതയാണ്. നേരത്തെ നമ്മുടെ ജിജി തോംസണും അതുപോലെ ബിജു പ്രഭാകരും പോലുള്ള ഉദ്യോഗസ്ഥർ മുൻകൈയെടുത്ത് ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിരുന്നു. 24 കോടി രൂപയാണെന്ന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ചെലവഴിക്കുകയും അത് വലിയ തോതിൽ അത് നഗരത്തിലെ മാലിന്യം ഒക്കെ ഒന്ന് വൃത്തിയാക്കുന്നതിലൊക്കെ അവർക്ക് കുറേ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പക്ഷേ പിന്നീട് അത് അങ്ങ് നിലച്ചുപോയി. അപ്പോൾ ഒരു തുടർന്ന് സുസ്ഥിരമായ ഒരു പദ്ധതി ഇല്ലാത്തതാണോ പ്രശ്നങ്ങൾക്ക് കാരണം? 2 ദിവസമായി നമുക്ക് കേരളത്തെ ആകമാനം ശ്രീ രാധാകൃഷ്ണൻ്റെ ടെലിഫോൺ ലൈൻ എന്തോ പ്രശ്നമുണ്ട്. തോമസ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തോമസ് ചാലക്കുടിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. ചാലക്കുടി നഗരസഭയുടെ പ്രവർത്തനം എങ്ങനെയാണ് ശ്രീ തോമസ്? ഈ മാലിന്യം കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ടോ? ചാലക്കുടി നഗരസഭയെ സംബന്ധിച്ചോളം മാലിന്യ ശുചീകരണ പരിപാടികളിൽ
ഒരു 50% മുകളിൽ വളരെ കൃത്യമായി നടത്തുന്ന ഒരു നഗരസഭയാണ്. പക്ഷേ നമ്മൾ ഇവിടെ കാണുന്ന ഈ പ്രശ്നം പരിസ്ഥിതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാകാത്തതായ ഒരു വിഷമസ്ഥിതിയാണ് ഈ കാണിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഇത്രയധികം മാലിന്യം ഇത്രയധികം കാലമായിട്ട് കുമിഞ്ഞു കൂടിയിട്ടും അധികാരവർഗത്തിന്റെ ഭാഗത്തു നിന്നൊരു ശ്രദ്ധയോ അല്ലെങ്കിൽ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊരു ശ്രദ്ധയോ അല്ലെങ്കിൽ അവിടുത്തെ തദ്ദേശ ഭരണ സമിതികളിൽ നിന്നുള്ളൊരു ശ്രദ്ധയോ ഉണ്ടാകാതെ പോയത് തീർച്ചയായും വലിയൊരു വീഴ്ചയാണ്. ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലൂടെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും വേദനാജനകമായ ഒരു സംഭവമാണ്. എങ്ങനെയായിരുന്നാലും ഇത് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് 28 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ നാട് കേരളം ഉണർന്ന് ചിന്തിച്ചുകൊണ്ട് വരാൻ പോകുന്ന ഇനിയുള്ള മൺസൂൺ കാലഘട്ടങ്ങൾക്ക് മുൻപായി കൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രവിചന്ദ്രൻ പിള്ള കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവിശങ്കരൻ പിള്ള, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? രവിശങ്കരൻ പിള്ളയല്ല, ടി കെ രവിശങ്കരൻ. ഞാനത് എനിക്ക് മനസ്സിലായി. ഞാനത് തെറ്റി വായിച്ചതല്ല, തെറ്റി പറഞ്ഞതല്ല. എനിക്ക് ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അത്. പക്ഷേ അവിടുന്ന് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പറ്റിയ അബദ്ധമാണ്. ശ്രീ രവിചന്ദ്രൻ പിള്ള, എനിക്കറിയാം, നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ന്യൂസ് 18ൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. അങ്ങയുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എപ്പോഴും അങ്ങയുടെ പേര് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ ആദ്യം കണക്ട് ചെയ്യുന്ന ആൾക്ക് പറ്റുന്ന ചില ഒരു സംശയം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും പറയൂ, എന്താണ്? ഞാൻ ഏകദേശം 1 മണിക്കൂറോ 3/4 മണിക്കൂറോ വെച്ച് വിളിച്ചോണ്ടിരുന്നത്, കിട്ടുന്നില്ല, ഫുള്ള് ബിസി. ഞാൻ ആ മിസ്സിംഗ് ആയ ആ മാളിന്റെ അമ്മയുടെ ദുഃഖത്തിൽ മെയിനായിട്ട് പങ്കെടുക്കുന്നതാണ്. ഞാൻ ഇന്നലെ വൈകിട്ട് തൊട്ട് രാത്രി 1 മണിക്കുമൊക്കെ ഞാൻ ആ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നതാണ്. എപ്പോഴും ആ ന്യൂസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത ഒരു മിസ്സിംഗ് കേസാണ്. കാരണം പറഞ്ഞാൽ ഇത് മെയിനായിട്ട് വീഴ്ച സംഭവിച്ചെന്ന് പറയുന്ന പഴയ ചീഫ് സെക്രട്ടറി നേരത്തെ എല്ലാ ചാനലിലും പുള്ളി സംസാരിച്ചായിരുന്നു. പുള്ളിയുടെ വാക്ക് 100% കറക്റ്റ് എന്ന് പറഞ്ഞാൽ കർശനമായ നിർദ്ദേശമാണ് പുള്ളി കൊടുത്തത്. കാരണം പറയാം, ഇത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ്. അത് മെയിനായിട്ട് സംസ്ഥാന സർക്കാർ, തിരുവനന്തപുരം കോർപ്പറേഷൻ, അതിന്റെ വീഴ്ചയാണ്. കാരണം പറഞ്ഞാൽ മെയിനായിട്ട് റെയിൽവേ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം പറഞ്ഞാൽ റെയിൽവേ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറിയാണ് നമ്മളെ സ്റ്റേറ്റിന്റെ ഫുൾ അധികാരം. ചീഫ് സെക്രട്ടറിക്ക് പൂർണ്ണമായി തീരുമാനമെടുക്കാം. റെയിൽവേക്ക് കത്ത് കൊടുത്തിട്ട് അതിന്റെ പരിഹാരം കാണാനുള്ള നടപടിയെടുക്കാം. കഴിഞ്ഞ മേയർ എന്ന് പറഞ്ഞാൽ MLA അവിടെ നിന്ന് സംസാരിച്ചായിരുന്നു. പുള്ളി മേയറായിട്ടിരുന്ന സമയത്ത് ആ തോട് വൃത്തിയാക്കിയ കഥകളൊക്കെ നമ്മൾ TV കൂടെ ചാനലിൽ കൂടെ എല്ലാം കേട്ടതാണ്. ഇത് 100% സർക്കാരിന്റെയും തിരുവനന്തപുരം കോർപ്പറേഷന്റെയും വീഴ്ചയാണ്. അതിൽ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതേ കണക്ക് തന്നെ എന്റെ ഒരു ഭാഗത്ത് ഈ വിദേശ മലയാളികളെ കാര്യങ്ങൾ സംസാരിച്ച് അഭിനോ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു പുരയിടത്ത്, എന്റെ വീട്ടിൽ നിന്ന് ഒരു 200 മീറ്ററിന് അപ്പുറം എനിക്കൊരു പുരയിടമുണ്ട്. ആ പുരയിടത്തിൽ പിന്നെ ഇത് കണക്ക് നഹി കൊണ്ടിടുന്ന ഒരു സംഭവം നടന്ന് ഇത് പലവട്ടമായപ്പോ ഞങ്ങളെ പ്രദേശമുള്ള അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷൻ ഞാൻ കൊണ്ട് പരാതി കൊടുത്തപ്പോ അവര് എന്റെ അടുത്ത് എടുത്ത വയലെ പറഞ്ഞ വാക്കെന്ന് പറയുന്നത്, നിങ്ങളെ കൗൺസിലർ എടുത്ത് പറയണം ക്യാമറ വെക്കണമെന്ന്. പോലീസിന് ഇതിൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലത്. ഇത് പോലീസിനല്ല, കംപ്ലീറ്റ് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും. അവസാനം എന്റെ ഈ പുരയിടത്തിന്റെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് ഇത് കണ്ടുപിടിച്ച ആളിനെ. അയാൾക്ക് താക്കീത് കൊടുത്ത്. അയാളൊരു പ്രവാസിയായിരുന്നു. കാരണം ഇത് ഈ വേസ്റ്റ് ഇടുന്നെന്ന് പറഞ്ഞാൽ അഭിനവന്റെ സംസ്കാരമാണ്. കാരണം പറഞ്ഞാൽ എത്ര ആൾക്കാർ സൂക്ഷിച്ചാലും അഭിനവൻ തീരുമാനിക്കണം എന്റെ പ്രദേശങ്ങള്, എന്റെ ഭാഗങ്ങളെല്ലാം വൃത്തിയാവണമെന്ന്. അല്ലാതെ ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്തറിയോ, ഇപ്പൊ എന്റെ വീട്ടിലെ വേസ്റ്റ് ഞാൻ തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഏൽപ്പിക്കണം. ഇതെന്ന് പറയാൻ രാവിലെ നടന്നു പോകുമ്പം ഒരു കവറുമായിട്ട് ആൾക്കാർ പോകുന്നത്, വെളുപ്പില് ചിലപ്പോൾ രാത്രിയിലായിരിക്കും കൊണ്ടിടുന്നത്. ഇത് 100% നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ ഗവനിക്കത്തേ ഇല്ല. ഞാൻ 2-3 തവണ അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിൽ പോയി ഈ സംഭവം പരാതി കൊടുത്തതാണ്. എന്റെ
പിന്നെ പുരയിടത്ത് ഇത് കണക്ക് വേസ്റ്റ് ഇടുന്നുണ്ട്. ഇത് ചിലപ്പോ നമ്മള് നിരപരാധികളെ ആയിരിക്കും ചിലപ്പോ നമ്മൾ സംശയിക്കുന്നത്, പക്ഷെ യഥാർത്ഥ കുറ്റവാളി നമ്മളെ കൂടെ നടക്കുന്ന ആളായിരിക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ ഈ പ്രതികരണം. അത് പ്രേക്ഷകരും ശ്രദ്ധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. മോഹൻദാസ് വിളിക്കുന്നത് പറവൂരിൽ നിന്നാണ് അല്ലേ? ശ്രീ മോഹൻദാസ് ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണെന്നൊന്ന് മറുപടി വൈകുന്നു. മുഹമ്മദ് കുഞ്ഞി എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ മുഹമ്മദ് കുഞ്ഞി കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ കൊയ്യെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെങ്ങളായിലാണ്. അത് ശരി. ചെങ്ങളായി നഗരത്തിൽ ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അല്ലേ? അതെ, ഗ്രാമപ്രദേശമാണ്. അവിടെ പിന്നെ വേസ്റ്റ് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി വരില്ലായിരിക്കാം. ഞാൻ ആ വഴി വന്നപ്പോഴൊക്കെ അങ്ങനെ ഒരു വേസ്റ്റ് കൂടി കിടക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടില്ല അല്ലേ? പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് സംസാരിക്കാനുള്ള ഒരു കാര്യം, ഈ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന കാര്യം തെറ്റും ശരിയും ആരുടെ ഭാഗത്തു നിന്നില്ലാണ് നമ്മുടെ ചോദ്യം. അത്തരം ചർച്ചകൾ കൊണ്ടുവരാൻ ഇനിയും ഒരുപാട് സമയങ്ങൾ കിടക്കുന്നുണ്ട്. ഇനി ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പരിശോധനയാണ് ഈ സമയത്ത് നടക്കേണ്ടത്. അത്തരം ചർച്ചകൾ നടക്കുന്ന ഭാഗം അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുകയും ആ നിയമം ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന ഇതിന്റെ ഭാഗമായി നടക്കണം. റെയിൽവേക്ക് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ കോർപ്പറേഷന് ഇതുമായി ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും കഴിയില്ല. ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ പോലും ആ നിയമം ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം നടത്തേണ്ടത് കോർപ്പറേഷനാണ്. ഈ കോർപ്പറേഷന്റെ അണ്ടറിലാണ് ഈ റെയിൽവേ ഈ സംവിധാനം വരുന്നത്. എങ്ങനെ സംവിധാനം വരുന്നത്? ആ പ്രദേശത്താണ് ഈ സംവിധാനം ഉള്ളത്. ഇപ്പൊ തദ്ദേശ സ്ഥാപനത്തിന് ഒരു ചുമതലയുണ്ട്, അതേസമയം റെയിൽവേക്ക് അവരുടേതായ ചുമതലയും ഉണ്ട്. എല്ലാവരും കൂടി ഒത്തുപിടിക്കേണ്ടതായിരുന്നു അല്ലേ? അതെ, നമ്മൾ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം എത്രത്തോളം ഫലപ്രദമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു പരിശോധന ഉണ്ടാവണം. നിയമം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന ഉണ്ടാവണം. നമ്മളെ പഞ്ചായത്തിനകത്തെല്ലാം തന്നെ ശുചിത്വ പ്രഖ്യാപനവും കാര്യങ്ങളും നടക്കും. പക്ഷേ എല്ലാ പഞ്ചായത്തുകളും മാലിന്യം വലിച്ചെറിയുന്നത് എന്ത് പ്രഖ്യാപനം നടത്തിയാലും അത്തരം സാഹചര്യങ്ങൾ എല്ലാ കാലത്തും ഉള്ളതാണ്. വലിച്ചെറിയുന്നവർ വലിച്ചെറിഞ്ഞുകൊണ്ട് നിൽക്കും. ഇത് പെറുക്കിക്കളയുന്നവർ ആ സംവിധാനം എപ്പോഴും പെറുക്കിക്കളയാൻ കുറെ വിഭാഗം. നമ്മുടെ നാട്ടിലിപ്പോ നടക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ ഭാരവാഹികൾ, അതുപോലെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ഓരോ സമയത്തും ഇത്തരം ഘട്ടങ്ങളിൽ റോഡ് സൈഡിലെ മാലിന്യങ്ങൾ പൊറുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും. എന്നാൽ വലിച്ചെറിയുന്നതിന് യാതൊരു കുറവും ഉണ്ടാകില്ല. ക്യാമറ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിന് ഒരു പ്രാദേശികമായിട്ട് ഒരു ഫലപ്രദമായി നടക്കുന്ന ഒരു സംവിധാനം. പക്ഷേ ഒരു പഞ്ചായത്തോ ഫലപ്രദമായി ക്യാമറ സ്ഥാപിക്കാൻ തയ്യാറാവുന്നില്ല. യെസ്, വളരെ വ്യക്തമാണ് ശ്രീ മുഹമ്മദ് കുഞ്ഞിയുടെ പ്രതികരണം. ഏതായാലും അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, ഇത് വീഴ്ച ആരുടേതെന്ന് ഇപ്പോൾ ചർച്ച ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോഴെങ്കിലും ചർച്ച ചെയ്യണ്ടേ? ഇത്രയും ആയി, ഇനി എപ്പോൾ ചർച്ച ചെയ്യാനാണ് നമ്മളിതിൻ്റെ വീഴ്ച ആരുടേതെന്ന്? ഇത് എല്ലാ ഘട്ടങ്ങളിലും ഇവിടെ മാധ്യമങ്ങളെ കുറ്റം പറയാനാകില്ല. എല്ലാ ഘട്ടങ്ങളിലും ഇത് മാധ്യമങ്ങൾ ജനശ്രദ്ധ കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ഈ വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിക്കുന്നുണ്ട്, ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പദ്ധതികൾ അതിനനുസരിച്ച് വരുന്നുണ്ട്. പക്ഷേ പദ്ധതികൾ ആരംഭിക്കുന്നു, പിന്നെ അത് ഓപ്പറേഷൻ അനന്തയുടെ കാര്യം തന്നെ നമുക്കറിയാം, പിന്നെ അത് അവിടെ അങ്ങ് പോവുകയാണ്. ആദ്യഘട്ടത്തിൽ 24 കോടി രൂപ ചെലവഴിച്ച് വലിയ തോതിൽ ഒരു മാറ്റമൊക്കെ വരുത്തി, പക്ഷേ പിന്നെ അത് തുടരാൻ കഴിയുന്നില്ല. അപ്പോൾ ചർച്ച ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഈ വിഷയം ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നത്. അല്ലാത്തൊരു ഘട്ടത്തിൽ ഇത് ചെയ്താൽ ഈ വാർത്ത കേട്ടില്ല എന്ന് നടിച്ചു പോകുന്ന രീതിയാണ് പലപ്പോഴും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാം കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു ഘട്ടത്തിലെങ്കിലും ഇത് ഇവരുടെ ബധിര കർണങ്ങളിൽ ഇത് പതിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം ഉയർത്തിപ്പിടിക്കുന്നത്. ഷാജി എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാജിക്ക് എന്ത് തോന്നുന്നു? ഈ കൊല്ലത്തെ ഒരു സംവിധാനം എങ്ങനെയാണ് ശ്രീ ഷാജി? അത് ഇതുപോലെ മാലിന്യമൊക്കെ അവിടെ കൂടി കിടക്കുന്നുണ്ടോ? ഷാജിയുടെ ടെലിഫോൺ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഷാജിയിലേക്ക് മടങ്ങി വരാം. എറണാകുളത്ത് നിന്ന് ശ്രീ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളം ഉദയംപേരൂർ പഞ്ചായത്തിൽ. അവിടെ വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. സ്വാഭാവികമായും അതിൻ്റെ പ്രയാസങ്ങളുണ്ടാകും. ഇൻഡസ്ട്രി ഏരിയ എന്നല്ലേ, അവിടെ മാലിന്യ സംസ്കരണമൊക്കെ ഫലപ്രദമാണോ ശ്രീ രാധാകൃഷ്ണൻ? പല സ്ഥലങ്ങളിലും അല്ല ഫലപ്രദമല്ലത്. അതുകൊണ്ടാണ്, കാരണം ഒരു കാര്യമുള്ളത്, ആദ്യം സാധാരണ ഇതിൽ പറയുന്ന ഒരു ക്യാമറ വെക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ക്യാമറ വെക്കുന്നതിന്റെ പകുതി പൈസ കൊണ്ട്, പകുതി പോലും വേണ്ട, നമ്മള് ഒരു വേസ്റ്റ്
ബോക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ആൾക്കാർ അതിലിടാൻ ശ്രമിക്കും. അതെ, നമ്മൾ ഈ നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് ബോർഡുകൾ കാണുന്നു. അപ്പോൾ ഇവിടെ മാലിന്യം നിക്ഷേപിക്കൂ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് അവിടെ ഒരു സ്ഥലമുണ്ടെങ്കിൽ ആളുകൾക്ക് അത് അവിടെ കൊണ്ടിടാൻ കഴിയുന്ന ഒരു സ്ഥലം ഉണ്ടാക്കുക എന്നാണ് ശരിയെന്ന് തോന്നുന്നു അല്ലേ? അതാണ് അതിന്റെ പ്രധാന, അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും കണ്ടിരിക്കുന്നത് അവിടെ എഫക്റ്റീവായിട്ട് എവറി 100 മീറ്റർ എവറി 50 മീറ്റർ നമുക്കൊരു ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ കേരളത്തില് അങ്ങോളം ഇങ്ങോളം പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഒരു പ്രൊവിഷൻസ് വളരെ വളരെ കുറവാണ് കാണുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഒന്ന്. രണ്ടാമത് ഇവിടെ ഇപ്പം മേയർ വന്ന് പറഞ്ഞത്, ആദ്യത്തെ ദിവസം തന്നെ വന്ന് പറഞ്ഞത് ഇത് റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ്, ചെയ്യേണ്ടതാണ്, ഇത് നമ്മളുടെ സ്ഥലം അല്ല എന്ന് പറഞ്ഞു. ബേസിക്കലി നമ്മുടെ ഓരോ കേരളത്തിലുള്ള ആൾക്കാരുടെയും ചിന്താഗതി അതാണ്, എന്റേതല്ല ഇത് നിങ്ങളുടേതാണെന്നുള്ളതാണത്. ആ ഒരു മെന്റാലിറ്റി മാറാത്തിടത്തോളം കാലം അത് ഭരണത്തിന്റെ മുകളിലിരിക്കുന്നവരുടെ മുകളിൽ താഴത്തേക്ക് എല്ലാവരും അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് കുറച്ചെങ്കിലും എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, അതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ദൃശ്യങ്ങൾ അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ്. അവിടെ 5ാമത്തെ പ്ലാറ്റ്ഫോമിലൊക്കെയുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റഷീദ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാറേ, ഞാൻ കൊല്ലം ജില്ലയിലെ തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്, തേവലക്കര. യെസ്, അതെ. ശ്രീ റഷീദിന് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഈ നാടിനോട് എന്തു പറയാനുണ്ട്? സാറേ, എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മളാണിത് ചെയ്യുന്നത്, നമ്മളാണിത് ചെയ്യിച്ചത്. നമ്മള് റെയിൽവേയോ കോർപ്പറേഷനെയോ ഒന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ തൊഴില് കൊടുത്ത് കോൺട്രാക്ടറാണ് ഇത് മെയിനായിട്ട് സേഫ്റ്റി ആക്കി ഇറക്കേണ്ടത്. അത് അവര് ചെയ്തില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവം വരുമ്പോ അപ്പൊ ഇത് തന്നെയല്ല, ഈ മാൻഹോള് ഇത്രയും ദൂരത്തിൽ ഇടതടവില്ലാതെ ഇവര് ക്ലോസ് ചെയ്തത് മെയിൻ പ്രശ്നമാണ്. കാരണം ഒരേ നിരപ്പ് നമ്മൾ ഇത്രയും കേറിപ്പാൻ ഒരുപാട് പാടുപെടുന്നുണ്ട്. അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മൈക്കിൾ എന്നൊരു പ്രേക്ഷകൻ പീരിമേട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മൈക്കിളിന് എന്ത് തോന്നുന്നു? പീരിമേട് ഒരു നിറയെ സഞ്ചാരികളൊക്കെ വരുന്നൊരു സ്ഥലമാണ് അല്ലേ ശ്രീ മൈക്കിൾ? അവിടെയൊക്കെ ഈ മാലിന്യ സംസ്കാരം ഫലപ്രദമായി നടക്കാൻ കഴിയുന്നുണ്ടോ? സാറേ, ഞാൻ ആദ്യമായി പറയട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട മറ്റേ സഹോദരനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പീരിമേട്ടിൽ നിന്നാണ് വിളിക്കുക. നമുക്കറിയാമല്ലോ, മാലിന്യം എല്ലാ സ്ഥലത്തും കുന്നുകൂടുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിന്റെ എല്ലാം ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരുമാ. എന്തെല്ലാം നിയമങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില് നമ്മുടെ കേരള ജനത എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ കാണുന്നത്, മനസ്സിലാക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ജോലി ചെയ്യാതെ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക. ഞാൻ മാലിന്യം കൊണ്ട് റോഡിലിടും, തോട്ടിലിടും, അത് വേണമെങ്കിൽ ആരെങ്കിലും കോരിക്കോട്ടെ എന്നുള്ളൊരു ചിന്തയാണ് ഇങ്ങനെ വലിയൊരു അപകടത്തിലേക്ക് വന്ന് ഭവിച്ചത്. അതിന് നമ്മൾ ഒരു മാറ്റം വരുത്തണം. കർശനമായ നിയമ നടപടികൾ ഉണ്ടാകണം. ആരായിരുന്നാലും ഒരു വിട്ടുവീഴ്ചയില്ല. നമുക്കിവിടെ നാട്ടിൽ നിയമമുണ്ട്. ആ നിയമം നടപ്പിലാക്കാൻ അതിന്റെ അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വളരെ വ്യക്തമാണ് ശ്രീ മൈക്കിളിന്റെ പ്രതികരണം. ബേബി എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബേബി കഴക്കൂട്ടത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. ശ്രീമതി ബേബിക്ക് എന്ത് തോന്നുന്നു ഈ കാഴ്ച കണ്ടിട്ട്? ഇപ്പൊ ഒരു പ്രേക്ഷകർ വിളിച്ചിരുന്നേ, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സാർ വിളിച്ചിരുന്നു. ആ പുള്ളി പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. വേസ്റ്റ് ബോക്സ് ചെന്നൈയിൽ, ഞാൻ തമിഴ്നാട്ടിലൊക്കെ ജീവിച്ചിട്ടുണ്ട്, ചെന്നൈയിലൊക്കെ അവിടെയൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഓരോ 50 മീറ്റർ കൂടുന്തോറും ഓരോ വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട് വലിയതായിട്ട്. അവിടെയാണ് എല്ലാവരും കൊണ്ടുവരുന്നത്. അവിടെയൊക്കെ അധികം വേസ്റ്റേ ഇല്ല. ഞാൻ ചെന്നൈയിൽ അമ്പത്തൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയൊന്നും വേസ്റ്റ് ആരും വഴിയിലെങ്ങും ഇടുന്നില്ല. എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും ശരി, മാലിന്യായാലും മനുഷ്യന്റേതാണെങ്കിലും എന്താണെങ്കിലും അവിടെയാ കൊണ്ടുവരുന്നത്. അതുപോലെ ഇവിടെയും വെക്കാനായത്. ഇപ്പൊ ഞങ്ങൾ കഴക്കൂട്ടത്ത് ചന്തവിള എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ എങ്ങും ഒരു വേസ്റ്റ് ബിൻ ഇല്ല. ഞാൻ ആ വഴി വരുന്ന ആളാണ്. അവിടെ എങ്ങും ഒരു വേസ്റ്റ് ബിൻ ഇല്ല. അതെ സാറേ, അവിടെ എങ്ങും ഒരു വേസ്റ്റ് ബിന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം
എന്റെ മുൻപേ സംസാരിച്ച ഒരു പാർട്ടി പറഞ്ഞ പോലെ തന്നെ ഞാൻ കൊണ്ട് വേസ്റ്റ് ഇടും, അവർ കൊണ്ട് പെരുക്കിക്കൊണ്ട് പോകട്ടെ, നാട് നന്നാകണ്ട, ഞാൻ നന്നായാൽ മതി എന്നാണ് എല്ലാരും ചിന്തിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർ അവിടെ കൊണ്ടിടും. അപ്പൊ ഈ വേസ്റ്റ് ബിൻ വെച്ചിട്ട് അവിടെ ഇടാവുള്ളൂ. പറഞ്ഞ പോലെ ഒരു ക്യാമറയും പിടിപ്പിക്കുവാണെങ്കിൽ അവരെ പിടിക്കുകയും വേണം. അങ്ങനെ വലിച്ചെറിഞ്ഞവരെ അവർക്ക് നല്ല ശിക്ഷ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പർ ഒരിക്കൽ കൊണ്ട് കാലുകൊണ്ട് തട്ടി വിട്ടു, അവർക്ക് എന്താ ശിക്ഷ കൊടുത്തത്? ഒന്നും കൊടുത്തില്ല. വെറും ഒരു 1000 രൂപ മാത്രമേ പിഴയിട്ടുള്ളൂ. അതങ്ങനെയല്ല, നല്ല ശിക്ഷയും കൊടുക്കണം അങ്ങനെയുള്ളവർക്ക്. അപ്പൊ തീർച്ചയായിട്ടും ഈ മാലിന്യങ്ങൾ അവിടെ കൂടുതൽ. ഇപ്പൊ ഞങ്ങൾ ഈ ചന്തവിലയിൽ താമസിക്കും, ഞങ്ങൾക്ക് തന്നെ വേസ്റ്റ് ഇടാൻ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ സാറേ? എങ്ങും ഇല്ല വേസ്റ്റ് ബിന്ന്. സാർ അതിലെ കൂടി വരുന്നതാണെന്നല്ലോ പറഞ്ഞത്. എങ്ങുമില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു സംവിധാനങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഇന്നുണ്ടായ ഈ ദുരന്തം തീർച്ചയായിട്ടും ഒഴിവായി കിട്ടുമായിരുന്നു. അതുപോലെ ട്രെയിനിൽ പോകുന്നവർ വലിച്ചെറിയുന്നുണ്ട്, യാത്ര ചെയ്യുന്നവർ അവിടെ ട്രെയിനിന്റെ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. ആരും കുപ്പികളാണേലും വാട്ടർ ബോട്ടിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുള്ള കുപ്പികളാണേലും ഫുഡ് കഴിച്ചിരുന്ന വേസ്റ്റ് ആണെങ്കിലും ഒന്നും അതിനകത്തല്ല ഇരുന്ന്. അതിനൊക്കെ ക്യാമറ അവിടെ ഉണ്ടെങ്കിൽ പിടിപ്പിച്ച് അങ്ങനെയുള്ളവരെ പിടിക്കുവാണെങ്കിൽ, ശിക്ഷ കൊടുക്കുവാണെങ്കിൽ ഈ റെയിൽവേ ട്രാക്കിലൊന്നും ആരും ഒന്നും വലിച്ചെറിയുകയില്ല. അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല ഒരു സംവിധാനം. അത് ചെയ്താലേ നാട് നന്നാവുള്ളൂ. പിന്നെ വേറെ കാര്യം, മനുഷ്യർ തന്നെയാണ് നാടിനെ ചീത്തയാക്കുന്നത്, നമ്മളെ പോലെയല്ല ജനങ്ങൾ തന്നെ. ഇപ്പൊ ഞാൻ എങ്ങും ഇടാറില്ല. ഞാൻ കഴിവത് ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലൊക്കെ ആഴ്ചയിൽ 2 ദിവസം വെച്ച് പോകുന്ന വ്യക്തിയാണ്. അത് ചില ഈ മെഡിസിന്റെ സ്ട്രിപ്പുകളും ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്റെ സിറിഞ്ചും അതുമൊക്കെ ഇടാന്ന് വെച്ച് ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഞാൻ കൊണ്ട് വേസ്റ്റ് ഒക്കെ ഇടുന്നത്. അല്ലാതെ എല്ലാം നമ്മുടെ ഒരു ബിക്ഷോപ്പ് വെട്ടിക്കോട്ട് കൂടിനകത്തൊക്കെ കെട്ടിവെച്ച് അവിടെ ഒറ്റ ഒരെണ്ണം പോലെ നമ്മുടെ പറമ്പിൽ പോലും ഇല്ല. ഏതായാലും ശ്രീമതി ബേബിയെ പോലുള്ളവർ നാടിന് മാതൃകയാകട്ടെ, അവരുടെ ശബ്ദം കേൾക്കട്ടെ. ഈ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത്. നേരത്തെ അതിലേക്ക് ആളുകളെ സ്കൂബ സംഘം അതിലേക്ക് ഇറങ്ങുന്നു, രക്ഷാദൗത്യവുമായ ആളുകൾ ഇറങ്ങുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കോളർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണൻകുട്ടി വിളിക്കുന്നത് പത്തനാപുരത്ത് നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടിക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ നാടിനോട് എന്ത് പറയാനുണ്ട്? സാറേ, നമുക്ക് ഇതേ കണക്കൊരു അവസ്ഥ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതലും ബോധവൽക്കരാവുകയും അതിനെക്കുറിച്ച് നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പം ഈ പഞ്ചായത്തുകളിൽ ഹരിത കർമ്മസേന എല്ലാ വീടുകളിലും വന്ന് പ്ലാസ്റ്റിക് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പഞ്ചായത്തുകളിൽ നിന്നും ഇതുവരെ ഇതേ കണക്കുള്ളൊരു അവസ്ഥകൾ വന്നിട്ടില്ല. അതേപോലെ കേരളത്തിന്റെ സംസ്ഥാനമായ തിരുവനന്തപുരത്ത് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് പറയുന്നത് ഏറ്റവും ഖേദകരമാണ്, ദുഃഖകരമാണ്, അപലപനീയമാണ്. 50% ഇതിന്റെ ഉത്തരവാദിത്വം ജനങ്ങൾക്കും അതിന് 50% ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കും അതിന് ഏറ്റെടുത്ത് നാളെ മുതൽ ഇതിന് വേണ്ടി നല്ലൊരു നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഏതായാലും ഈ ഒരു സംഭവമെങ്കിലും നമ്മുടെ കണ്ണ് തുറപ്പിക്കട്ടെ. ശ്രീ കൃഷ്ണൻകുട്ടി പറഞ്ഞതുപോലെ ഈ സംഭവമെങ്കിലും നാടിൻ്റെ കണ്ണ് തുറപ്പിക്കട്ടെ. അധികൃതരും അതുപോലെ സാധാരണക്കാരും ഒരുപോലെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ മുന്നോട്ട് വരട്ടെ. ഈ വിഷയം ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലും ഒരു ചർച്ചയ്ക്ക് വെച്ചു. പ്രേക്ഷകർക്ക് അവരോട് ചോദിച്ചൊരു ചോദ്യം, ഈ തലസ്ഥാനത്ത് ഈ അപകടത്തിൽ ഭരണ സംവിധാനത്തിൻ്റെ വീഴ്ചയുണ്ടോ എന്നതായിരുന്നു. 92% ആളുകളും ഭരണ സംവിധാനത്തിന് വീഴ്ച പറ്റി എന്നാണ് പറഞ്ഞത്. അതേസമയം 8% ആളുകൾ അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് അപകടം ഉണ്ടായത് എന്ന് പറയുകയും ചെയ്യുന്നു. ഏതായാലും ഈ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. പക്ഷേ ഇത്തരം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ന്യൂസ് 18 പരിപാടികൾ തുടർന്നുകൊണ്ടേ ഇരിക്കും. നന്ദി, നമസ്കാരം. മാൻഹോളിനുള്ളിലേക്ക് 3